Hi dears, hearty welcome to today's class. Let us have a short prayer. വിശുദ്ധിയിലെ ജ്ഞാനത്തിലെ വിശ്വാസത്തിലെ കൂടുതൽ വളരാൻ ആഴപ്പെടാൻ ആവശ്യമായിട്ടുള്ള ബോധ്യങ്ങൾ, സാഹചര്യങ്ങൾ, ബന്ധങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ. പഠിക്കുന്നത് ഞങ്ങളുടെ ജീവിതങ്ങളിൽ തേജസ്വിയായി മാറട്ടെ. മദ്യപാനം, മയക്കുമരുന്ന്, ലൈംഗിക ആസക്തികളായിരിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. അതുവഴി കുടുംബങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളിലേക്ക് അവിടുത്തെ കരുണ വർഷിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാമേ. How are you? Okay, today we are going to discuss the other features of a cloning vector. കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലോണിംഗ് വെക്ടറിൻ്റെ ആദ്യത്തെ പ്രധാനപ്പെട്ട ഫീച്ചർ നമ്മൾ കണ്ടു. എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? എ ക്ലോണിംഗ് വെക്ടർ ഷുഡ് ഹാവ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ, അല്ലേ? ഇന്ന് നമ്മൾ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഫീച്ചർ കാണാൻ പോവുകയാണ്. എല്ലാവരുടെയും കോൺസെൻട്രേഷൻ ഇവിടെ കിട്ടണം കേട്ടോ. ഓക്കെ, നോട്ട്ബുക്കിൽ എഴുതി വെച്ച രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഫീച്ചറാണ് എ ക്ലോണിംഗ് വെക്ടർ ഷുഡ് ഹാവ് എ സെലക്റ്റബിൾ മാർക്കർ. എന്താണ്? എ ക്ലോണിംഗ് വെക്ടർ ഷുഡ് ഹാവ് എ സെലക്റ്റബിൾ മാർക്കർ. എന്താണ് ഈ സെലക്റ്റബിൾ മാർക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദ ടേം ഇറ്റ്സെൽഫ് ഇൻഡിക്കേറ്റ്സ് ദ മീനിങ്, അല്ലേ? ആ ടേം കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു മീനിങ് നമുക്ക് കിട്ടും. എന്തോ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാർക്കർ ഈ ക്ലോണിംഗ് വെക്ടറിൽ ഉണ്ടായിരിക്കണം. എന്തിനെയാണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്? നമുക്കറിയാം, റീകോമ്പിനൻ്റ് DNA ടെക്നോളജിയിൽ ഒരു ഡിസൈഡ് ജീൻ അല്ലെങ്കിൽ ഒരു ഫോറിൻ ജീൻ നമ്മൾ മറ്റൊരു ടാർഗറ്റ് ഓർഗനിസത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ശ്രമമാണ്. അപ്പോൾ ഈ ട്രാൻസ്ഫർ നടത്തി കഴിയുമ്പോൾ ഓൾറെഡി ഈ ഫോറിൻ ജീന് ഈ ഹോസ്റ്റ് സെല്ലിലെ ടാർഗറ്റ് സെല്ലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ, ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? അത് ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ള ഒരു സെല്ലാണ്. ഇതാണ് നമുക്കറിയേണ്ടത്. ഇതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇതെങ്ങനെ അറിയും? ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൂളാണ്, അല്ലെങ്കിൽ ഇതൊരു ജീൻ തന്നെയാണ്. അതിനു വേണ്ടിയിട്ട് ഈ ഫോറിൻ ജീൻ്റെ കൂടെ നമ്മൾ മറ്റൊരു ജീൻ ലിങ്ക് ചെയ്ത് കൊടുക്കും ഒരു മാർക്കറായിട്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാർക്കർ ജീൻ, അല്ലെങ്കിൽ സെലക്റ്റബിൾ മാർക്കർ എന്ന് നമ്മൾ വിളിക്കും. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ പ്രോസസ്സ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ടെക്നിക്കൽ ടേംസ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഒന്നെന്താണ്? ട്രാൻസ്ഫോർമെൻറ്റ് എന്നാലെന്ത്? രണ്ടാമത്തത് നോൺ ട്രാൻസ്ഫോർമെൻറ്റ് എന്നാലെന്ത്? ശ്രദ്ധിച്ച ഏതൊക്കെയാണ് രണ്ട് പുതിയ ടേംസ്? ഒന്ന് ട്രാൻസ്ഫോർമെൻറ്റ്, ഒന്ന് നോൺ ട്രാൻസ്ഫോർമെൻറ്റ്. എന്താണ് ഈ ട്രാൻസ്ഫോർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന ഒരു ടേം ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ട് കാണും. പ്രധാനമായിട്ടും ബാക്ടീരിയയിലൊക്കെ നടക്കുന്ന ഒരു കാര്യമാണ്, അല്ലേ? അതായത് ഒരു ഫോറിൻ ജീന് അല്ലെങ്കിൽ DNA, ഏതെങ്കിലും മറ്റൊരു ഓർഗനിസത്തിൻ്റെ DNAയുടെ ഭാഗം ബാക്ടീരിയൽ സെൽസിലേക്ക് വരുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? ഈ ഫോറിൻ ജീന് ഈ ബാക്ടീരിയത്തിനുള്ളിലേക്ക് അല്ലെങ്കിൽ ഈ ഹോസ്റ്റ് സെല്ലിനുള്ളിലേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ, അതവിടെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് എങ്കിൽ, that particular cell is called, that particular host cell is called transformant cell. അത് ട്രാൻസ്ഫോർമെൻസ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും, ട്രാൻസ്ഫോർമെൻ്റ് ആണ് എന്ന് പറയാൻ പറ്റും. ഇനി ഇല്ലെങ്കിലോ ദാറ്റ് ഈസ് എ നോൺ ട്രാൻസ്ഫോർമെൻറ്റ് സെൽ. അപ്പോൾ നമ്മൾ ഈ സെലക്റ്റബിൾ മാർക്കർ ഈ വെക്ടറിൽ ഉൾപ്പെടുത്തുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്. നമ്മുടെ ഈ ഫോറിൻ ജീൻ ഓൾറെഡി ഈ ഹോസ്റ്റ് സെല്ലിലേക്ക് അല്ലെങ്കിൽ ടാർഗറ്റ് സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തോ എന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ലിങ്ക് ചെയ്ത് കൊടുക്കുന്ന ഈ മാർക്കറിന് അല്ലെങ്കിൽ ഈ ജീനിന് പറയുന്ന പേരാണ് സെലക്റ്റബിൾ മാർക്കർ. നമുക്കൊന്ന് ഡിഫൈൻ ചെയ്താലോ? വാട്ട് ഈസ് എ സെലക്റ്റബിൾ മാർക്കർ? ഇപ്പോൾ സെലക്റ്റബിൾ മാർക്കർ ഈസ് എ ജീൻ that helps to identify whether the cells are transformed or non transformed. ഒന്നും കൂടെ നമുക്ക് പറഞ്ഞു നോക്കിയാലോ? സെലക്റ്റബിൾ മാർക്കേഴ്സ് ആർ ജീൻസ് വിച്ച് help to identify or distinguish the transformants from the non-transformants. Non-transformantsൽ നിന്നും ട്രാൻസ്ഫോർമെൻറ്റിനെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ അല്ലെങ്കിൽ സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ജീൻസിന് പറയുന്ന പേരാണ് എന്ത്?
സെലക്ടബിൾ മാർക്കേഴ്സ്. ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന സെലക്ടബിൾ മാർക്കേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻസ് ആണ്. എന്താണ്? ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻസ്. ഉദാഹരണത്തിന് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ജീനുണ്ട്. ടെട്രാസൈക്ലിൻ എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക്കിന് റെസിസ്റ്റൻ്റ് ആയിട്ട് ഉള്ളൊരു ജീനാണ്. ഓക്കെ, അല്ലെങ്കിൽ കാനാമൈസിൻ റെസിസ്റ്റൻറ്റ് ജീൻ, ക്ലോറംഫെനിക്കോൾ റെസിസ്റ്റൻറ്റ് ജീൻ, അല്ലെങ്കിൽ ആംബിസിലിൻ റെസിസ്റ്റൻറ്റ് ജീൻ. അപ്പോൾ ഇങ്ങനെയുള്ള ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻസ് നമ്മൾ സെലക്ടബിൾ മാർക്കറായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇനി മറ്റ് ഒരു സെലക്ടബിൾ മാർക്കർ എന്ന് പറയുന്നത് ജീൻ എൻകോഡിങ് സം എൻസൈംസ്. ചില എൻസൈമിനെ എൻകോഡ് ചെയ്യുന്ന ചില ജീൻസ്, ഫോർ എക്സാമ്പിൾ ബീറ്റ ഗാലക്ടോസൈഡേസ് എൻസൈമിനെ എൻകോഡ് ചെയ്യുന്ന ജീന്, LAC-Z എന്ന് പറയുന്ന ഒരു ജീന് നമ്മൾ ഇതേപോലെ സെലക്ടബിൾ മാർക്കറായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇനിയും ഗ്രീൻ ഫ്ലൂറസൻ പ്രോട്ടീൻ, GFP എന്ന് പറയും, ഗ്രീൻ ഫ്ലൂറസൻ പ്രോട്ടീൻ ദാറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ജെല്ലി ഫിഷ്. അപ്പോൾ ആ GFPയെ എൻകോഡ് ചെയ്യുന്ന ജെല്ലി ഫിഷിലെ ജീനിനെ സെലക്ടബിൾ മാർക്കറായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇനി അതുമല്ലെങ്കിൽ ലൂസിഫറൈസ് എൻസൈം പ്രൊഡ്യൂസിങ് ജീൻ ഇൻ ഫയർഫ്ലൈ, ഫോട്ടോണിസ് പൈറാലിസ് എന്ന് പറയുന്ന മിന്നാമിനിങ്ങിൽ അതിൻ്റെ ലൂസിഫറൈസ് എൻസൈം ഉണ്ടാക്കുന്ന ജീനിനെ ഇത്തരത്തിൽ സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ കണ്ടു. വാട്ട് ആർ സെലക്ടബിൾ മാർക്കേഴ്സ് ആൻഡ് സം എക്സാമ്പിൾസ് ഫോർ സെലക്ടബിൾ മാർക്കേഴ്സ്. എന്താണ് സെലക്ടബിൾ മാർക്കേഴ്സ്? Selectable markers are genes which can help to distinguish the transformants from non-transformants in RDNA technology. ഇനി ഏതൊക്കെയാണ് എക്സാമ്പിൾ? ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻസ് അല്ലേ. മറ്റൊരു എക്സാമ്പിൾ ഈ സെലക്ടബിൾ മാർക്കറിന് എൻസൈം എൻകോഡിങ് ജീൻസ് ആണ്. ഇപ്പം ചില എൻസൈമിനെ എൻകോഡ് ചെയ്യാൻ പറ്റുന്ന ജീൻസ് സെലക്ടബിൾ മാർക്കറായിട്ട് നമ്മൾ ഉപയോഗിക്കും. സേ ഫോർ എക്സാമ്പിൾ ബാക്ടീരിയയിൽ ബീറ്റ ഗാലക്ടോസൈഡേസ് എന്ന് പറയുന്ന ഒരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീന്, LAC-Z ജീനാണ്. അത് സെലക്ടബിൾ മാർക്കറായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇനി അതേപോലെ തന്നെ ജെല്ലി ഫിഷിൽ ഈ ഗ്രീൻ ഫ്ലോറസൻ പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ജീനുണ്ട്. അതും ഇതേപോലെ തന്നെ നമ്മൾ സെലക്ടബിൾ മാർക്കറായിട്ട് ഉപയോഗിക്കും. അപ്പോൾ ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ള സെൽസിൽ നമ്മൾ UV ലൈറ്റ് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ഫ്ലൂറസൻ ലൈറ്റ് നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെ നമുക്ക് ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്, സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഫോട്ടോണിസ് പൈറാലിസ്, അതായത് ഫയർഫ്ലൈ മിന്നാമിനിങ്ങിൽ ഈ ലൂസിഫറൈസ് എൻസൈം, അതും ഈ ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ചില എൻസൈംസാണ്, ചില കെമിക്കൽസാണ്. അപ്പോൾ അവിടെ ലൂസിഫറൈസ് എൻസൈമിനെ എൻകോഡ് ചെയ്യുന്ന ജീനും എന്തായിട്ട് ഉപയോഗിക്കാറുണ്ട്? സെലക്ടബിൾ മാർക്കറായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഒന്ന്, വാട്ട് ആർ സെലക്ടബിൾ മാർക്കേഴ്സ് ആൻഡ് സം എക്സാമ്പിൾസ് ഫോർ സെലക്ടബിൾ മാർക്കേഴ്സ്. ക്ലിയർ ആണോ? ഒന്നുകൂടെ ഞാൻ പറയാം. എന്താണ് സെലക്ടബിൾ മാർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ? സെലക്ടബിൾ മാർക്കേഴ്സ് ആർ ജീൻസ് വിച്ച് ക്യാൻ ഹെൽപ്പ് ടു ഡിസ്റ്റിംഗ്വിഷ് ദ ട്രാൻസ്ഫോർമൻസ് ഫ്രം നോൺ ട്രാൻസ്ഫോർമൻസ്. എന്തൊക്കെയാണ് എക്സാമ്പിൾസ്? ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻസ് സെലക്ടബിൾ മാർക്കേഴ്സിന് എക്സാമ്പിൾ ആണ്. അതേപോലെ എൻസൈം കോഡിങ് ജീൻസ് അല്ലേ. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ബീറ്റ ഗാലക്ടോസൈഡേസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്ന LAC-Z ജീന്. അതേപോലെ തന്നെ ജെല്ലി ഫിഷിലെ ഗ്രീൻ ഫ്ലൂറസൻ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീന്. അതേപോലെ ലൂസിഫറൈസിനെ എൻകോഡ് ചെയ്യുന്ന ജീൻ ഇൻ ഫയർഫ്ലൈ. ദീസ് ആർ സം ഓഫ് ദി എക്സാമ്പിൾസ് ഓഫ് സെലക്ടബിൾ മാർക്കേഴ്സ്. ഇനി അത് പോസിറ്റീവ് സെലക്ടബിൾ മാർക്കറുണ്ട്, അല്ലെങ്കിൽ പോസിറ്റീവ് സെലക്ഷൻ ഉണ്ട്, അതേപോലെ നെഗറ്റീവ് സെലക്ഷനൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ PBR 322 പറയുമ്പോൾ ഇതെങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നതെന്നുള്ളത് കുറേ കൂടെ വിശദമായിട്ട് ഞാൻ പറഞ്ഞോളാം. ഇപ്പം നമ്മൾ ഈ ക്ലോണിംഗ് വെക്ടറിൻ്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഫീച്ചറായിട്ടാണ് ഏത് പറയുന്നത്? സെലക്ടബിൾ മാർക്കർ കാണുന്നത്. ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ മാത്രം ഞാൻ തരാം എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നോർമലി ദ ബാക്ടീരിയ വിൽ നോട്ട് ഹാവ് എനി ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻസ്. ഇപ്പോൾ എസ്കറേഷ്യ കോള എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻസ് ഒന്നും ഇല്ല. ഇപ്പോൾ അങ്ങനെയുള്ള ഒരു എസ്കറേഷ്യ കൊളയിലേക്ക് ഇപ്പോൾ നമ്മൾ ഒരു പർട്ടിക്കുലർ
ഡിസൈഡ് ജീൻ അല്ലെങ്കിൽ ഫോറിൻ ജീൻ ഇൻകോപ്പറേറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ ഈ എസ്ക്രീഷ്യ കോളൈ ബാക്ടീരിയ അത് ഫോറിൻ ജീനുള്ള ഒരു മീഡിയത്തിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ തന്നെ നമുക്കറിയാം ഈ ഫോറിൻ ജീനിൻ്റെ കൂടെ നമ്മൾ സെലക്റ്റബിൾ മാർക്കറായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത് ഒരു ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീനാണ്. ഫോർ എക്സാമ്പിൾ ഒരു ആംബിസിലിൻ റെസിസ്റ്റൻസ് ജീൻ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ മീഡിയത്തിൽ കുറേ ബാക്ടീരിയൽ സെൽസ് ഉണ്ട്, അതേപോലെ തന്നെ കുറേ ഫോറിൻ ജീൻസ് ഉണ്ട് അല്ലേ. ആ ഫോറിൻ ജീൻസിൻ്റെ അറ്റത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഈ സെലക്റ്റബിൾ മാർക്കറും കൂടെ ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് സമയം നമ്മൾ അതിനെ അനുവദിക്കുന്നു. ഇപ്പോൾ ട്രാൻസ്ഫോർമേഷൻ നടന്നിട്ടുണ്ടോ? ഈ ഇത്രയും ബാക്ടീരിയയിൽ ഇപ്പോൾ ആയിരക്കണക്കിന് ബാക്ടീരിയ സെൽസ് കാണും അല്ലേ. ഫോർ എക്സാമ്പിൾ നമുക്ക് 100 എണ്ണം എന്ന് എടുക്കാം. അപ്പോൾ ഈ 100 എണ്ണത്തിൽ എത്ര എണ്ണത്തിൽ ട്രാൻസ്ഫോർമേഷൻ നടന്നു, അല്ലെങ്കിൽ എത്ര ബാക്ടീരിയ ട്രാൻസ്ഫോംഡ് ആണ്, ട്രാൻസ്ഫോർമൻസ് ആണ്, എത്ര എണ്ണം നോൺ ട്രാൻസ്ഫോർമൻസ് ആണ്? ഇതിൽ നിന്ന് ട്രാൻസ്ഫോംഡ് ഏത്, അല്ലെ ട്രാൻസ്ഫോർമൻസ് ഏത്, നോൺ ട്രാൻസ്ഫോർമൻസ് ഏത് എന്ന് എങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും? യെസ്, നമ്മൾ ഈ സെലക്റ്റബിൾ മാർക്കർ ഓൾറെഡി ലിങ്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിനെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. എന്ത് ചെയ്യണം, നമ്മൾ ഈ ബാക്ടീരിയയെ നമ്മൾ ഒരു പെട്രി ഡിഷിനകത്ത് മീഡിയം ഉണ്ടാക്കിയിട്ട് ദാറ്റ് വിൽ ബി ട്രീറ്റഡ് വിത്ത് ആംബിസിലിൻ. ആംബിസിലിൻ എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക്കിൽ ട്രീറ്റ് ചെയ്യണം. എന്നിട്ട് ആംബിസിലിൻ ട്രീറ്റഡ് ആയിട്ടുള്ള ഈ കൾച്ചർ മീഡിയത്തിലേക്ക് ഈ ബാക്ടീരിയയെ മുഴുവനും ട്രീറ്റ് ചെയ്യണം, ബാക്ടീരിയ മുഴുവനും കൊണ്ടുവരണം. അപ്പോൾ നോർമലി നമുക്കറിയാം ഈ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടില്ലാത്ത ബാക്ടീരിയകൾ നോർമലി സർവൈവ് ചെയ്യില്ല, ദേ വിൽ ബി അഫക്റ്റഡ് അല്ലേ. കാരണം ഈ ആൻറ്റിബയോട്ടിക് ഉള്ളത് കൊണ്ട് അതിന് ആ മീഡിയത്തിൽ വളരാനായിട്ട് പറ്റില്ല. ദാറ്റ് വിൽ ബി കിൽഡ് ഓർ ഇനാക്ടിവേറ്റഡ് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ദിസ് ആംബിസിലിൻ. എന്നാൽ ഈ ഫോറിൻ ജീൻ ഓൾറെഡി ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ള ബാക്ടീരിയൽ സെൽസ് ആണ് എങ്കിൽ, കാരണം അതിൻ്റെ കൂടെ എന്തുണ്ട്, ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഏതൊക്കെ ബാക്ടീരിയത്തിലാണോ ഈ ഫോറിൻ ജീനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, ആ ബാക്ടീരിയ വിൽ ബി സർവൈവ്ഡ് ബിക്കോസ് ഓഫ് ദി പ്രസൻസ് ഓഫ് ദി ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻസ്. ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ കാണുകയാണ് ഒരു 60 എണ്ണത്തിൽ ഈ ഫോറിൻ ജീൻ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക, 40 എണ്ണത്തിലില്ല. അപ്പോൾ ഈ 100 ബാക്ടീരിയങ്ങളിൽ ഈ 40 എണ്ണവും അവിടെ സർവൈവ് ചെയ്യല. ദാറ്റ് വിൽ ബി ഡിഗ്രേഡഡ്, ദാറ്റ് വിൽ ബി കിൽഡ്, ദാറ്റ് വിൽ ബി ഇനാക്ടിവേറ്റഡ്. എന്നാൽ ഈ ഫോറിൻ ജീൻ ഇൻകോപ്പറേറ്റ് ചെയ്ത ഈ 60 ബാക്ടീരിയങ്ങൾ ഈ ആംബിസിലിൻ ട്രീറ്റഡ് മീഡിയത്തിൽ സർവൈവ് ചെയ്യും. അപ്പം ദീസ് ആർ ദി ട്രാൻസ്ഫോർമൻസ്, ദീസ് ആർ ദ ട്രാൻസ്ഫോംഡ് ബാക്ടീരിയ ഹാവിങ് ദ ഡിസൈഡ് ജീൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് അങ്ങനെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇറ്റ് ഈസ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദി ഇൻകോപ്പറേഷൻ ഓഫ് ദി സെലക്റ്റബിൾ മാർക്കർ ഇൻ ക്ലോണിംഗ് വെക്ടർ. അപ്പോൾ ക്ലോണിംഗ് വെക്ടറിൽ എന്തുണ്ടായിരിക്കണം? യെസ്, സെലക്റ്റബിൾ മാർക്കർ ഉണ്ടായിരിക്കണം. ക്ലിയർ അല്ലേ? ഇനി ഒരൊറ്റ കാര്യം കൂടെ ഉള്ളൂ, അതെന്താണ്? ക്ലോണിംഗ് സൈറ്റ്സ് ആണ്. എഴുതിക്കേ, മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഫീച്ചർ ഒരു ക്ലോണിംഗ് വെക്ടറിന് വേണ്ടത്, ഇറ്റ് ഷുഡ് ഹാവ് ക്ലോണിംഗ് സൈറ്റ്. അതായത് നമുക്ക് ഈ ഫോറിൻ ജീനിനെ ഈ ആദ്യമേ ഈ പ്ലാസ്മിഡിലേക്ക് അല്ലെങ്കിൽ ക്ലോണിംഗ് വെക്ടറിലേക്ക് ലിങ്ക് ചെയ്യണമല്ലോ, എങ്കിൽ മാത്രമല്ലേ അതിൻ്റെ ഒരു മൾട്ടിപ്ലിക്കേഷനൊക്കെ നമുക്ക് സാധ്യമാകുള്ളൂ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, ഈ വെക്ടറിൽ ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള ഈ ഡിസൈഡ് ജീനിനെ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സൈറ്റ്, ആ സൈറ്റിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? റെസ്ട്രിക്ഷൻ സൈറ്റ് എന്നാണ് പറയുന്നത്. അപ്പം എന്താണ് ക്ലോണിംഗ് സൈറ്റ് എന്ന് പറഞ്ഞാൽ? ക്ലോണിംഗ് സൈറ്റ്സ് ആർ നത്തിങ് ബട്ട് ദ റെസ്ട്രിക്ഷൻ സൈറ്റ്സ് പ്രസന്റ് ഇൻ ദി DNA, പ്രസന്റ് ഇൻ ദി ക്ലോണിംഗ് വെക്ടർ, പ്രസന്റ് ഇൻ ദ പ്ലാസ്മിഡ്. ഇപ്പം പ്ലാസ്മിഡിൽ ക്ലോണിംഗ് വെക്ടറിൽ അല്ലെങ്കിൽ ആ DNA-യിൽ ഫോറിൻ ജീനിനെ ലിങ്ക് ചെയ്യാനായിട്ട് പറ്റുന്ന അല്ലെങ്കിൽ ഫോറിൻ ജീൻ റെക്കഗ്നൈസ് ചെയ്യുന്ന ചില ഭാഗങ്ങളാണ്. റെക്കഗ്നൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത് ഇവിടെ? വി ആർ യൂസിങ് സ്യൂട്ടബിൾ റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയേസ്. ഈ ഫോറിൻ ജീനിൽ ലിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു കട്ട് ദി പ്ലാസ്മിഡ് DNA, ദ വെക്ടർ DNA അല്ലേ. അപ്പോൾ ആ വെക്ടർ DNA-യിലെ സീക്വൻസിനെ റെക്കഗ്നൈസ് ചെയ്ത് കട്ടുണ്ടാക്കുന്ന
അപ്പം നമ്മൾ നേരത്തെ കണ്ടു ഇക്കോ R1 എന്ന് പറയുന്ന ഒരു റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഈ ക്ലോണിംഗ് വെക്ടറിൽ എവിടെയൊക്കെ GAA-TTC സീക്വൻസ് ഉണ്ടോ അവിടെ എല്ലാം പോയി കട്ടുണ്ടാക്കും. അപ്പൊ ഇവിടെ ഒരിടത്ത് GAA-TTC എന്ന് പറയുന്ന സീക്വൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്കൊരു ഫോറിൻ ജീന് ഇതിനകത്തേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് ചെയ്യും? We will use the restriction endonuclease echo R1 to make cuts in the vector DNA. അപ്പോൾ ഇത് GAA-TTC റെക്കഗ്നൈസ് ചെയ്ത് അവിടെ പോയി നിക്കുണ്ടാക്കും, അവിടെ പോയി കട്ടുണ്ടാക്കും. അപ്പോൾ ഈ കട്ട് ഉണ്ടാക്കുന്ന ഭാഗത്ത് എന്ത് ചെയ്യും? ഈ ഫോറിൻ ജീനിനെ നമുക്ക് ലിങ്ക് ചെയ്യാനായിട്ട് പറ്റും, ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. ലിഗേസ് എൻസൈം ഉപയോഗിച്ച് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ ക്ലോണിംഗ് വെക്ടർ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ സാധാരണ രീതിയിൽ ഒരു റെസ്ട്രിക്ഷൻ സൈറ്റുള്ള അല്ലെങ്കിൽ ഒരു ക്ലോണിംഗ് സൈറ്റുള്ള ക്ലോണിംഗ് വെക്ടർ ആയിരിക്കും കുറേ കൂടെ നമുക്ക് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ്സ് കുറച്ചും കൂടെ സിമ്പിൾ ആയിരിക്കും. ഇപ്പോൾ ഇഫ് ദ ക്ലോണിംഗ് വെക്ടർ ദാറ്റ് വിൽ ഹാവ് മോർ ദാൻ വൺ ക്ലോണിംഗ് സൈറ്റ്സ് ഓർ നമ്പർ ഓഫ് ക്ലോണിംഗ് സൈറ്റ്സ്, അവിടെ എല്ലാം ഈ റെസ്ട്രിക്ഷൻ ന്യൂക്ലിയസ് കട്ടുണ്ടാക്കിയിട്ട് കൂടുതൽ ഫ്രാഗ്മെൻറ്റുകൾ നമ്മളുണ്ടാകും. അപ്പം ജീൻ ക്ലോണിംഗ് വിൽ ബി ലിറ്റിൽ മോർ ഡിഫിക്കൽട്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും റിക്കോംബിനൻ്റ് DNA ടെക്നോളജിയിൽ നമ്മൾ ക്ലോണിംഗ് വെക്ടർ സെലക്ട് ചെയ്യുമ്പോൾ സിംഗിൾ ക്ലോണിംഗ് സൈറ്റുള്ള ഒരു ക്ലോണിംഗ് വെക്ടർ ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതാണ് കുറേ കൂടെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. പക്ഷേ ചില ആർട്ടിഫിഷ്യലി കൺസ്ട്രക്റ്റഡ് പ്ലാസ്മിഡ് ഫോർ എക്സാമ്പിൾ PB322 അതിലൊക്കെ ഏകദേശം 8 ക്ലോണിംഗ് സൈറ്റ്സ് കാണാം. അതിന് നമ്മൾ മൾട്ടിപ്പിൾ ക്ലോണിംഗ് സൈറ്റ്സ് എന്ന് പറയും. മൾട്ടിപ്പിൾ ക്ലോണിംഗ് സൈറ്റ്സ് MCS എന്ന് പറയും. അങ്ങനെയുള്ള ക്ലോണിംഗ് വെക്ടർ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഡിഫറെൻറ്റ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിന് വേണ്ടിയിട്ടുള്ള സൈറ്റുകൾ വെച്ചുകൊണ്ട് നമ്മൾ ക്ലോണിംഗ് വെക്ടർ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഇപ്പോൾ നമുക്ക് ഈ സിംഗിൾ ക്ലോണിംഗ് വെക്ടർ ഉപയോഗിച്ച് തന്നെ പലതരത്തിലുള്ള ജീന്, ഇപ്പം ഒരു ജീനെ ഇൻകോപ്പറേറ്റ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടുള്ള ഒരു സ്യൂട്ടബിൾ ക്ലോണിംഗ് സൈറ്റ് ആയിരിക്കില്ല വേറൊരു ജീനിന് വേണ്ടിയിട്ട് ആവശ്യം വരുന്നത്. അപ്പോൾ ഒരൊറ്റ ക്ലോണിംഗ് വെക്ടർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ we can incorporate the different foreign genes into the vector. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട 3 ഫീച്ചേഴ്സ് ഒരു ക്ലോണിംഗ് വെക്ടറിനെ സംബന്ധിച്ച്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും. ഏതൊക്കെയാണ്? ഒന്നും കൂടെ ഒന്ന് പറഞ്ഞ്. ഇറ്റ് ഷുഡ് ഹാവ് ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ, അല്ലേ? അത് 2 ഫംഗ്ഷൻ ഉണ്ടെന്ന് നമ്മൾ കണ്ടു. ഒന്ന് റിപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗമാണ്, അതായത് ആ DNA കോപ്പി ഉണ്ടാക്കുകയാണ്. അതോടൊപ്പം തന്നെ അതിനോട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോറിൻ ജീൻ്റെ കോപ്പി അതുണ്ടാക്കും. അത് എത്രമാത്രം കോപ്പി ഉണ്ടാക്കുന്നു എന്നതും ഈ ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ്റെ ഒരു ഫംഗ്ഷനാണ്. അതാണ് അതിൻ്റെ കൺട്രോൾ. ഇനി രണ്ടാമത് ക്ലോണിംഗ് വെക്ടർ ഷുഡ് ഹാവ് സ്യൂട്ടബിൾ സെലക്റ്റബിൾ മാർക്കേഴ്സ് എന്നുള്ളതാണ്. ഇപ്പം പല രീതിയിലുള്ള സെലക്റ്റബിൾ മാർക്കേഴ്സും പല രീതിയിലുള്ള സ്ക്രീനിങ്ങും ഒക്കെ ഉണ്ട്. ഇപ്പം വേറെ ഒരു തരത്തിലുള്ള ബ്ലൂ വൈറ്റ് സ്ക്രീനിങ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു സ്ക്രീനിങ്, ഒരു സെലക്ഷൻ ഓഫ് ട്രാൻസ്ഫോർമൻസ് ഉണ്ട്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണും. PBR322 ആയിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ ഞാൻ വിശദീകരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതിന് എക്സാമ്പിൾസ് സെലക്റ്റബിൾ മാർക്കേഴ്സ്. ഇനി മൂന്നാമത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലോണിംഗ് വെക്ടറിൽ ഉറപ്പായിട്ടും ഒന്നുണ്ടായിരിക്കണം, ഒരു ക്ലോണിംഗ് സൈറ്റ് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ സൈറ്റ് ഉണ്ടായിരിക്കണം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, ഇതൊരു ഷോർട്ട് ക്ലാസ് ആയിരുന്നു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ PBR322 എന്ന് പറയുന്ന ആർട്ടിഫിഷ്യലി കൺസ്ട്രക്റ്റഡ് പ്ലാസ്മിഡിനെ കുറിച്ച്, അതുപോലെ തന്നെ ബ്ലൂ വൈറ്റ് സ്ക്രീനിങ് എന്താണെന്നുള്ളതിനെ കുറിച്ച്, ഇൻസേഷണൽ ഇനാക്ടിവേഷൻ എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് കാണും. ഓക്കെ, ബൈ.